1 ടീസ്പൂൺ റാഗി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ 1 മാസം കൊണ്ട് നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റം നിങ്ങളുടെ ശരീരത്തിലുണ്ടാവും കേട്ടോ. അത്രയും അത്ഭുതമായിട്ടുള്ള ഒരു എന്താ പറയുക കഴിവുള്ള ഒന്നാണ് നമ്മുടെ റാഗി. അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് നമ്മുടെ റാഗി. അപ്പോൾ റാഗി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സെക്കൻഡുകൾ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും കൂടി ഞാൻ പറഞ്ഞു പോവാം. എന്നിരുന്നാൽ മാത്രമായിരിക്കും ഇത് നമുക്ക് കൂടുതൽ എല്ലാവർക്കും കഴിക്കാനായിട്ടൊന്ന് താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റാഗി മുഴുവനോടെയുള്ള റാഗി വാങ്ങിച്ച് കഴുകി ഉണക്കിയിട്ട് പൊടിപ്പിച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊടിപ്പിച്ചെടുക്കുമ്പോൾ ഇത് വറുത്ത് വെക്കാനായിട്ട്, പൊടി എപ്പോഴും വറുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ അത്ര കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇത് പൂപ്പൽ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കഴുകി ഉണക്കിയതിന് ശേഷം പൊടിച്ചിട്ട് അത് വറുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തോലോട് കൂടി തന്നെ പൊടിക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് മുഴുവനുള്ളത് അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറിലാണ്. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് വഴിയെ ഞാൻ പറഞ്ഞു പോവാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് തേങ്ങ, ഒരല്പം ബെല്ലം പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ല, മധുരം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ബെല്ലത്തിൻ്റെ അളവ് സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ അത് ഒഴിവാക്കിയിട്ട് ചെയ്താൽ മതി, മധുരം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ റാഗി ഡയറക്റ്റ് റാഗി കലക്കി അടുപ്പിൽ വെക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒരു പാത്രത്തിൽ അടുപ്പിലൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എത്ര എമൗണ്ടാണ് നമുക്ക് റാഗിപ്പൊടി വേണ്ടത് ആ എമൗണ്ട് പൊടി ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് 3 ടീസ്പൂണോ 4 ടീസ്പൂണോ എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റാഗിക്കൊരു പ്രത്യേകതയുണ്ട്. റാഗി നനയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇരട്ടിയായി മാറും കേട്ടോ. അത് വെന്ത് വരുമ്പോഴേ ഇരട്ടിയാവും. അതുകൊണ്ട് ഇപ്പോൾ ഒരു 2 ടീസ്പൂണോ 2.5 ടീസ്പൂണോ ഒക്കെ പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ടൊരു 4 പേർക്ക് ഓരോ ഗ്ലാസ് വെച്ച് കഴിക്കാനുള്ളത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എമൗണ്ട് എപ്പോഴും കുറച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. റാഗി വെന്ത് വരുമ്പോൾ ഒത്തിരി തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം തന്നെ റാഗി നല്ല രീതിയിൽ കലക്കണം കേട്ടോ. പൊടി വെള്ളത്തിൽ നല്ല രീതിയിൽ കലക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. എന്നതിന് ശേഷമാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പൂർണ്ണമായിട്ട് ഇത് പാലിൽ വേണമെങ്കിൽ കലക്കിയെടുക്കാം, പാലുള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ. അല്ല ഇനി പാൽ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ, 1 ഗ്ലാസ് അളവിൽ അല്ലെങ്കിൽ 3/4 ഗ്ലാസ് അളവ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ഗ്ലാസ് പാൽ ചേർക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ താല്പര്യമാണ്. പാലുണ്ടെന്നുണ്ടെങ്കിൽ പാലിൽ തന്നെ കലക്കിക്കോളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ പകുതി വെള്ളവും പകുതി പാലായിട്ട് കലക്കിയാൽ മതി. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് അളവിൽ വെള്ളവും 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്തിട്ടാണ് നമ്മുടെ റാഗി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ വെള്ളം ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്കനെ നമ്മുടെ റാഗി കട്ടയാവുന്നത് ഒഴിവാക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് റാഗി വേവുകയും ചെയ്യും. വെന്ത് കഴിക്കണം. അങ്ങനെയാണ് ഇത് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ വേവിച്ച് കഴിക്കുകയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ചത് അവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും ഇതിനെയാക്കി ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന പിന്നെ നമ്മുടെ ബെല്ലത്തിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ അളവിൽ ബെല്ലം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇനിയിപ്പോൾ ബെല്ലം കുറവാണെന്നുണ്ടെങ്കിൽ അന്നേരം ബാക്കി വേണമെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ മധുരം കഴിക്കാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയാണ്, ചിലവുകളൊന്നുമില്ല. റാഗിപ്പൊടിയും തേങ്ങയും ബെല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ദിവസം ഫുള്ളുള്ള നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കാനുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണിത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ലൂസായിട്ട് എടുക്കുക, തിക്കായിട്ട് എടുക്കുക, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പിന്നെ അപ്പോൾ നല്ല രീതിക്ക് ഞാനത് തേങ്ങയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോഴേക്കും ഇതേ നമ്മുടെ വെള്ളം 1 ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചു. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ഒരു കൂട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. എപ്പോഴും ഇങ്ങനെ ചെയ്യാനായിട്ട് റാഗി ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ച വഴിക്ക് തന്നെ ഇത് വേവാതെ അങ്ങ് കട്ടയാവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഒരു സ്വാദ് നമുക്കറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഇതിന് വേവുന്ന ആ ഒരു സ്വാദ് ഉണ്ടെങ്കിലാണ് നമുക്കിത് കഴിക്കാൻ പറ്റുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് റാഗീൻ്റെ മിക്സും കൂടി ഒഴിച്ചിട്ടൊന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഇത് കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. പിന്നെ ഫ്ലെയിം എപ്പോഴും വെള്ളം തിളച്ചതിന് ശേഷം ഈ കൂട്ട് ഇതിൽ ഒഴിച്ചാൽ പിന്നെ ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ട് വെക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം. എന്നിരുന്നാലാണ് ഇത് നല്ല രീതിക്ക് നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് കട്ടയായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എങ്ങനെയാണ്, നല്ല കൺസിസ്റ്റൻസി പിന്നെ ലൂസായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക, നല്ല കട്ടയായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക. അതൊക്കെ നമ്മളെ താല്പര്യമാണ്. ഞാനിവിടെ അത്യാവശ്യം
ഇച്ചിരി ഒരു തിക്കായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം പിന്നെ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരുപാട് നല്ല രാഗിയിൽ തന്നെ പ്രകൃതിദത്തമായ ഇരുമ്പിൻ്റെ ഉറവിടമാണ് നമ്മളുടെ റാഗി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനെയുള്ള ആളുകൾക്ക് ഒക്കെ അത് വളരെ നല്ലതാണ്. പിന്നെ അമിതവണ്ണം കുറയാൻ, കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ പല്ലിൻ്റെ എല്ലിൻ്റെയൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. കുട്ടികളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വളരെയധികം നല്ലതാണ്. പിന്നെ എന്താ പറയുക, BP, കൊളസ്ട്രോളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം കുറയ്ക്കും, രക്തക്കുറവ് പിന്നെ മാറ്റും, അമിതവണ്ണം, ഷുഗർ ഇതിനൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ കുട്ടികൾക്ക് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മാറ്റം ശരിക്കും അറിയാം. കുട്ടികൾക്ക് ചിലപ്പോൾ കാൽസ്യക്കുറവുണ്ടെങ്കിൽ കാലുവേദനയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെഡിസിൻ എടുക്കണ്ട. അതിന് പകരമായിട്ട് നമുക്ക് ഇത് തന്നെ കഴിച്ചാൽ മതി. സ്ഥിരമായിട്ട് ഇത് ഒരു ഗ്ലാസ് വെച്ച് കൊടുത്താൽ മതി. വളരെയധികം ഉപകാരമുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈം നമുക്കറിയാലോ, കർക്കിടക മാസത്തിലൊക്കെ എന്ത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും അത് നമ്മുടെ ദേഹത്തിൽ ഒത്തിരി തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സുകൾ ദേഹം ഉൾക്കൊള്ളുന്ന ഒരു സമയം കൂടിയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരമൊക്കെ ഇളതായിരിക്കുന്ന സമയത്ത് പോഷകം നിറഞ്ഞ ആഹാരം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്, ചൂടുള്ളതുമായിട്ടുള്ള. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന വളരെ നല്ലതാട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഞാൻ ഓഫാക്കി. ഇനി ആ ഒരുപാട് കട്ടിയായിട്ടുള്ള ചൂടൊന്ന് മാറട്ടെ. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ചുകൂടി തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ, എന്നാൽ ഒരുപാട് ചൂടാറാതെ തന്നെ നമ്മളിത് കഴിക്കുകയും വേണം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ്, വൈറ്റമിൻ സിയുടെ അളവ് ഇതിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തപ്രവാഹം, നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ പിന്നെ അംശം, അതായത് ഈ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനൊക്കെ വളരെയധികം ഉപകരിക്കുന്ന ഒന്നാണിത്. പിന്നെ ഉയർന്ന അളവിലുള്ള ഡയറ്ററി ഫൈബർ ശരീരഭാരം കുറയ്ക്കാനുള്ള ഭക്ഷണമാക്കി റാഗിയെ പ്രാധാന്യമുള്ളതാക്കുന്നത് ഈ ഒരു ഡയറ്ററി ഫൈബർ ഇതിലുള്ളത് കൊണ്ടാണ് കേട്ടോ. പിന്നെ നാരുകൾ, ധാതുക്കൾ, പിന്നെ അതുപോലെ തന്നെ അമിനോ ആസിഡുകൾ എന്നിവയെല്ലാം സമ്പുഷ്ടമാണ് നമ്മുടെ റാഗി. ഇത് പിന്നെ എന്താ പറയുക, കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു കൊളസ്ട്രോളിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷുഗറുള്ള ആളുകൾക്കാണെങ്കിൽ, അവർക്ക് പ്രമേഹമുള്ള ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഒരു നേരത്തെ ഭക്ഷണം, പ്രമേഹമുള്ള ആളുകൾക്ക് നല്ലൊരു ഭക്ഷണമാണ് ഈ ഒരു റാഗി എന്ന് പറയുന്നത് കേട്ടോ. അവർക്ക് ഒരു നേരം ഇത് ഇങ്ങനെ ഇടനേരത്തൊക്കെ ഇത് കഴിക്കുക, അതായത് അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് കഴിക്കുക എന്നല്ല കേട്ടോ പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതും കൂടി ഒന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഈ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞ് റാഗി ഉപയോഗിക്കുക. അത് പിന്നെ നല്ല വൃത്തിയുള്ള റാഗി മേടിച്ച് കഴുകി ഉണക്കി പൊടിപ്പിച്ച് നമ്മൾ വീട്ടിൽ എപ്പോഴും സൂക്ഷിച്ച് വെക്കുക. കുട്ടികൾക്ക്, മുതിർന്നവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും ഇത് നമ്മുടെ ദേഹത്ത് ചെല്ലുന്ന, ശരീരത്തിൽ ഇതിൻ്റെ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നത് വളരെയധികം നല്ലതാണ്. ഇപ്പോൾ ഇതേ 2 ഗ്ലാസ് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അങ്ങനെ അടച്ചു വെച്ചു. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ അളവിൽ പൊടി എടുത്തത് എനിക്ക് ഇതുപോലത്തെ ഗ്ലാസ്സിന് 4 ഗ്ലാസ് അളവിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇതങ്ങ് കോരി കുടിച്ചാണ്ടല്ലോ അടിപൊളിയാണ്. നല്ല തണുപ്പ മഴയും ഒക്കെ ആണ് പുറത്ത്. അപ്പോൾ ഇത് ചൂടോടുകൂടി നമ്മളങ്ങ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത്ര കട്ടിക്ക് വേണ്ടാന്നുള്ളവർക്ക് കട്ടി കുറച്ച് എടുത്തോളൂ. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളറ് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കഴിച്ചിട്ട് അവരെ ദേഹത്തിന് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മുതിർന്ന ആളുകളും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എല്ലാ ദിവസവും അത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ നമ്മുടെ ബോഡിക്ക് കിട്ടും. അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് ഉണ്ടാക്കുന്നത് കാണുക. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു പോയതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്ത് ആയത്. വളരെ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ആ ഒരു പിന്നെ റെസിപ്പി കാണിക്കാമായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ എല്ലാ ഗുണങ്ങളും അറിഞ്ഞുകൊണ്ട് ഇത് കഴിക്കണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താണ്, ഹൈപ്പ് തരാനും ലൈക്ക് തരാനും മറന്നു പോകരുത്. പിന്നെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ നിങ്ങളത് രേഖപ്പെടുത്താതെ പോകരുത്. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും ഉള്ള, പെട്ടെന്ന് ലഭ്യമായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള പിന്നെ വീഡിയോകളൊക്കെയാണ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. കൂടെ കൂട്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമാവട്ടെ, ആരോഗ്യപ്രദമായ ദിവസമാവട്ടെ. അപ്പോൾ ഡയറ്റിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുക. ഡയറ്റ് ചെയ്യുന്നവർക്കും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ അപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ എല്ലാവരും ഇരിക്കാൻ ഇടയാവട്ടെ. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഒരുപാട് നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.